ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി കിച്ചൺ ആണ്. അപ്പോൾ കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് വുഡിലും ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലും ആണ്. അത്യാവശ്യം വലുപ്പത്തിൽ വിറകടുപ്പോട് കൂടിയിട്ടുള്ളൊരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. കിച്ചൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവിടെ ഫോൾ സീലിംഗ് ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഷോ കിച്ചണായിട്ടും വർക്കിംഗ് കിച്ചണായിട്ടും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വന്നിട്ടുണ്ട്. കൂടാതെ ഇവിടെ 4 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കബോർഡ്സ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. മൾട്ടിവുഡ് വിത്ത് വുഡൻ രീതിയിലുള്ള മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ ദാ ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. കൂടാതെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് ബേസിനാണ്. അതുപോലെ ഹാൻഡ് വാഷ് വെക്കാനായിട്ട് ഒരു ഹോൾഡറും ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂമിന് ഫൈബർ ഡോറാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോർ റൂമാണ്. ഒരു കുഞ്ഞു സ്റ്റോർ റൂം ആണെങ്കിലും റാക്കുകൾ കൊടുത്തത് കാരണം ധാരാളം സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്ഥലം വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പർ ക്യാബിനറ്റ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടയിൽ ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ലോവർ ക്യാബിനറ്റ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇവിടെയായിട്ട് ഡ്രോവറുകൾ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ വരുന്നത് നാനോ വൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ നോർമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 ഡ്രോവറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ വരുന്നത് ഗോൾഡൻ ഷെയ്ഡിലാണ്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റോൾ ഷട്ടർ വരുന്നുണ്ട്. മിക്സിക്കും മറ്റും പോയിന്റ് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് തന്നെയാണ്. ഇനി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നോക്കാം. 2 ബാർ ചെയറുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് പാനൽ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഹോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പുറത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. ചിമ്മിണി ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് കോട്ടി യാർഡിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഈ വീടിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. കിടു വീടാണ്. താഴെ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ഒരു വർക്കിംഗ് സ്പേസ് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്താണ് വുഡൻ ഹോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ത്രീ ബർണർ ഹോബാണ്. ഹോബിന് താഴെയായിട്ട് ഡ്രോവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് കട്ട്ലറി ബോക്സ് ആണ്. പിന്നീട് ടാൻഡം ബോക്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്താണ് എപ്പോഴും എടുക്കുന്ന വസ്തുക്കൾ വെച്ചിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തൊരു പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം വസ്തുക്കൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വെക്കുന്നത്. ഇനി കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടും സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പർ ക്യാബിനറ്റ് ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് തന്നെ ഗ്ലാസ് കൊടുത്തിട്ട് GT-BT സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടും ഡ്രോവറുകൾ കൊടുത്തിട്ടുണ്ട്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വിറകടുപ്പ് വന്നിട്ടുള്ളത്.
ഒരു അടുപ്പ് മാത്രം ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്താണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡബിൾ സിങ്ക് ആണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തേക്കുള്ള ഡോറാണ്. കിച്ചൻ്റെ 2 സൈഡിലായിട്ടും പുറത്തേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു പാസേജ് കൊടുത്തിട്ട് ഇതിനകത്ത് ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ പ്ലാനിലൂടെ തന്നെയാണ് കേട്ടോ, പുറത്തേക്കുള്ളതല്ല, അകത്ത് നിന്ന് തന്നെയാണ് ഡോറ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ സൗകര്യപ്രദമായി ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. അലക്കാനുള്ള കല്ലും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ കിച്ചൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.